ഹായ് ഹലോ എല്ലാവർക്കും ദി കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഇത് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഉള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളധികം സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ബാഗൊക്കെ കഴിഞ്ഞ കൊല്ലത്തിൽ തന്നെ ഉണ്ടായിരുന്നു, LKG തന്നെ നല്ല ബാഗായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ച സാധനങ്ങളാണിത്. നോട്ട് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ടീച്ചർ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നോട്ട് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പെട്ടി പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു റബ്ബർ കട്ടർ, പിന്നെ ബുക്ക് കവർ ചെയ്യാനുള്ള പേപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വാങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, നമുക്കറിയില്ലായിരുന്നു. സ്കൂളിൽ നിന്ന് രണ്ടാൾക്കും ഇതേപോലെ ഓരോ റോള് വെച്ചിട്ട് ബുക്ക് കവർ ചെയ്യാനുള്ള പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ സ്കൂൾ തുറന്ന് നമ്മൾ ചെന്ന് പിറ്റേ ദിവസം നമുക്കത് തന്നത്. അപ്പോൾ നമുക്കറിയില്ലായിരുന്നു അത് കിട്ടുമോയെന്നറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ട് ബുക്ക് ലിസ്റ്റ് തന്നതനുസരിച്ചെല്ലാം വാങ്ങിയിട്ട് എല്ലാം കവറൊക്കെ ചെയ്ത് വെക്കാൻ പോവാണ് തലേദിവസം. പിന്നെ 2 പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പെൻസിൽ പൗച്ച്. പക്ഷെ അതിൻ്റെയും ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്കൂളിൽ നിന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, സ്കൂളിൽ നിന്ന് നല്ല അടിപൊളി 2 പൗച്ച് 2 പേർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വാങ്ങിച്ചത് ചെറിയൊരു പൗച്ചായിരുന്നു കേട്ടോ. അതിൽ പെൻസിൽ കിടക്കുമെന്ന് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമില്ല. പക്ഷേ പെൻസിലിൻ്റെ പൗച്ചിൻ്റെയും ബോക്സിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ക്ലാസ്സിൽ പോയി തുടങ്ങിയപ്പോഴാണ് അതൊക്കെ മനസ്സിലായിരുന്നത്. എന്ന് വെച്ചാൽ പെൻസിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം LKG പോയിരുന്ന ടൈമിൽ ഓരോ ദിവസം ഓരോ പെൻസിൽ വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. പോയി വരുമ്പോഴേക്കും പിന്നെ അത് കാണാനുണ്ടാവില്ല, പിന്നെ കട്ടറും റബ്ബറും ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ടീച്ചർ അതൊരു നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി. എന്താണെന്ന് വെച്ചാൽ കട്ടറും റബ്ബറും കൊടുത്ത് വിടണ്ടെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ പിള്ളേർ വെറുതെ ചെത്തി പെൻസിൽ കളയാൻ ഇത് വേഗം തീർത്തളയും. അതുകൊണ്ട് ചെന്നന്ന് തന്നെ ടീച്ചർ എല്ലാവരുടെയും പെൻസിൽ വാങ്ങി അവിടെ ഒരു ബോക്സിൽ സൂക്ഷിക്കും വൈകുന്നേരം പോകുന്നതിന് മുന്നേ. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ എല്ലാവർക്കും അതിൽ പേര് എഴുതിയിട്ടാണ് ഞാൻ കൊടുത്തു വിട്ടത്, പെൻസിലുമാർ 2 പിറ്റേ ദിവസം ചെല്ലുമ്പോൾ കൊടുക്കും. പിന്നെയും വൈകുന്നേരം വരുമ്പോൾ അതവിടെ വാങ്ങിച്ച് ബോക്സിൽ സൂക്ഷിച്ച് വയ്ക്കും. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊരു പിള്ളേർ ഇപ്പോഴേ തന്നെ നല്ലോണം സൂക്ഷിക്കാനൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങും. അതൊരു നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. അതുകൊണ്ട് പെൻസിൽ പൗച്ചിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല ഇപ്രാവശ്യം. അപ്പോൾ ഇപ്പോൾ തലേദിവസം ഇരുന്ന് ചിരിയും കളിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ബുക്ക് കവർ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ 3 പേരും കൂടി വട്ടം കൂടി ഇരുന്ന് വന്നിങ്ങനെ ഇരിക്കണേന്. അപ്പോൾ ഞാൻ കത്രിയൊക്കെ എടുത്തപ്പോൾ അവന്മാർ തന്നെ കത്രിയൊക്കെ എടുത്ത് വെച്ച് വെട്ടലും പിടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോട്ട് ബുക്കിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. ഇംഗ്ലീഷിനും EVSനും 4 ലൈൻ വേണം, പിന്നെ മലയാളത്തിന് 2 ലൈൻ, മാത്സിന് ചെക്ക് ബുക്ക്, പിന്നെ ഒരു റഫ് ബുക്ക് സിംഗിൾ ലൈനിൻ്റെ ഒരു റഫ് ബുക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു ഇതാ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരു കൗതുകമാണ്, പിള്ളേർക്ക് ഭയങ്കര കൗതുകമാണല്ലോ ഇതൊക്കെ. വാട്ടേക്കിട്ട് പണ്ട് ഞാനൊക്കെ പഠിക്കേണ്ട ടൈമിൽ അമ്മയും അച്ഛനൊക്കെ ഇരുന്ന് ചെയ്തു തരും. ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. പിള്ളേരും അതേപോലെ തന്നെ വന്ന് നോക്കിയിരിക്കുകയാണ്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും. 3 പേരും വന്നിരുന്നു. ലച്ച് ഭയങ്കര സഹായമായിരുന്നു കേട്ടോ എനിക്ക്, ബുക്കൊക്കെ എടുത്ത് തരലും പിടിക്കലും. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. നാളെ ക്ലാസ്സിൽ പോകാനുള്ളതിൻ്റെ ഒരു ഇതിലിരിക്കുകയായിരുന്നു എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ബുക്കൊക്കെ കവർ ചെയ്തു. ആദ്യം അതിൻ്റെ ഇടയിൽ കൂടെ കത്രിയൊക്കെ എടുത്തുകൊണ്ടും പോയി ഓരോ കടലാസൊക്കെ എടുത്ത് വെച്ചിട്ടും കത്രിയൊന്നും അങ്ങനെ കൊടുക്കൂലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ കടലാസ് കൊണ്ടുവന്ന് വെട്ടലും പിടിക്കലും അവിടെ ഒക്കെ ആകെ നല്ല കോലത്തിലിട്ടേക്കണേന്, നല്ല അടിപൊളിയായിട്ട് ഇട്ടേക്കണേ. താഴത്തൊക്കെ വെട്ടിയിട്ടേക്കണേന്, കടലാസൊക്കെ വെട്ടി കൂട്ടി അങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല, അങ്ങനെ സന്തോഷത്തിലിരിക്കണേയുള്ളൂ. അപ്പോൾ പിന്നെ ചെയ്യട്ടെ, നമ്മൾ അടുത്തുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അന്നേരം പിന്നെ ഒന്നും പറയാൻ പോയില്ല, അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചാണ് നിന്നതാണ്. അങ്ങനെ ഒരെണ്ണം ഞാൻ ഇട്ട് കഴിഞ്ഞു, കവർ ചെയ്ത് കഴിഞ്ഞു. ബാക്കി അത്രയും 8 എണ്ണം ഉണ്ട്, 8 ബുക്ക് 2 പേർക്കും കൂടി. അപ്പോൾ അതെല്ലാനും ഇനി കവർ ചെയ്യണം. കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നെയിം സ്ലിപ്പ് ഒട്ടിക്കണമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പ്. അപ്പോൾ ഒരാഗ്രഹത്തിന് വാങ്ങാമെന്ന് കഴിച്ചപ്പോൾ കാശൊക്കെ ഇച്ചിരി പ്രശ്നമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് എഴുതി ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ. എത്രത്തോളം ശരിയായി എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ശ്രീ കൊണ്ടുവന്ന് പ്രിൻ്റ് എടുത്തിട്ട് കൊണ്ടുവന്ന് തന്നതാണ് എനിക്ക്. പക്ഷേ കൊണ്ടുവന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ സംഭവം. അപ്പോൾ ഞാനത് മുറിച്ചെടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും പല പല സൈസിലൊക്കെ മുറിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രീനോട് തന്നെ മുറിച്ച് തരാൻ പറഞ്ഞിട്ട്
ശ്രീ വന്ന് മുറിച്ച് തരികയാണ്. അപ്പം അതിൽ നെയിം സ്ലിപ്പിൽ ഫോട്ടോയും പേരൊക്കെ കണ്ടപ്പോൾ രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായിട്ടാണ്. ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പാണ്. അപ്പം ഞങ്ങൾ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിള്ളേരെ കൂട്ടുകാരെയൊക്കെ കാണിച്ചു കൊടുക്കും. എല്ലാവരും അപ്പോൾ ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നതാണ്. ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ മറ്റേ നമ്മുടെ സിനിമ കുഞ്ചാക്കോന് അതും ഇതും അല്ലെങ്കിൽ വല്ല കാർട്ടൂണിൻ്റെ അങ്ങനെയൊക്കെ ഇരുന്നുണ്ടായിരുന്നത്, പൂവും മലയും കടക്കിയിരുന്നു. ഇപ്പോൾ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി പിള്ളേർക്ക്. അപ്പോൾ കാലത്തിനനുസരിച്ച് കോലവും മാറണമെന്നാണല്ലോ. അപ്പം ഞാനും അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലതായിട്ട് വന്നു. പിന്നെ ചേട്ടൻ്റെ മോനും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിക്കണ്ണനും വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിക്കണ്ണനും ഭയങ്കര ഇഷ്ടമായിട്ട്, ഉണ്ണിക്കണ്ണന് സ്പൈഡർമാനൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാനൊക്കെയാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അത് മുറിച്ചപ്പോൾ കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ഫോട്ടോ ഒക്കെ വെച്ച് പേരൊക്കെ വന്ന് നല്ല രസമുണ്ട് കാണാൻ. ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ, എങ്ങൊന്നും ഓർഡർ ചെയ്ത് വാങ്ങിച്ചതൊന്നുമല്ല, ഞാൻ തന്നെ ചെയ്തതാണേ. അപ്പോൾ അത് ഓരോ ബുക്കിലും ഒട്ടിച്ച് പേര് പിന്നെ അതിൽ തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി മാത്രം എഴുതിയാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ബുക്കും ഓരോ നെയിം സ്ലിപ്പൊക്കെ വെച്ച്, അപ്പോൾ ഒരാൾക്ക് റെഡ് ഡ്രസ്സ് ഇട്ട് വെച്ചിട്ടുള്ള ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പ് മതി എന്ന് പറഞ്ഞു. മറ്റേ ആൾക്ക് സീ ആനിമൽസൊക്കെ ഉള്ളതേ, തിമിംഗലം അതൊക്കെ ഉള്ള നെയിം സ്ലിപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വെച്ച് ഒട്ടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാൾക്കും മുടിയില്ലല്ലോ, മുടി ബോയ്ക്കട്ട് പോലെ വെട്ടിയേക്കാണല്ലോ. മുടി വളർത്തി കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മുടി വളർത്തി തുടങ്ങിയിട്ടില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് റിബൺ കെട്ടാനായിട്ട് പറ്റില്ലല്ലോ മുടിയിൽ. അപ്പോൾ റായിൽ അതിൽ തന്നെ റിബൺ കെട്ടിയിട്ടാണ് പോവാറ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് കഴിഞ്ഞ LKG വെച്ച് തന്നെ ഒരു റോള് റിബൺ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അഴിച്ചൊക്കെ കളയുമല്ലോ, അപ്പോൾ പിന്നെ എപ്പോഴും വാങ്ങാൻ പോകണ്ടല്ലാന്ന് എഴുതി ഒരു റോള് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 4 കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനി റായിൽ 2 സൈഡിലായിട്ട് അപ്പോൾ അത് ഞാൻ കടിക്കണുണ്ട്. അപ്പോൾ തന്നെ എല്ലാവർക്കും വേണം. അത് പിന്നെ അങ്ങനെയല്ല, എന്തെങ്കിലും എടുക്കുമ്പോൾ അപ്പോൾ ആവശ്യം വരുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അതിൽ നിന്ന് ഓരോ ചെറിയ കഷ്ണം മുറിച്ച് അതുകൊണ്ട് മീനിനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ സന്തോഷമായിട്ട് അതും വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കണേന്. അപ്പോൾ ഞാൻ അത് ആ നേരം കൊണ്ട് റായിൽ റിബൺ 2 വശത്തും ഇങ്ങനെ കെട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നോക്കിയൊക്കെ ഇരിക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഈ റായിൽ കുറച്ച് റായൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണത്തിൻ്റെ ടൈമിൽ ക്രിസ്മസിൻ്റെ ടൈമിൽ ഞാൻ കുറച്ച് റായൊക്കെ ഞാൻ ഉണ്ടാക്കി വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇവന്മാർക്ക് ഓരോ കളറിൻ്റെ ഡ്രസ്സ് അനുസരിച്ച് ഇപ്പോഴും ഞാൻ ചെയ്യണുണ്ട് കേട്ടോ. ഇപ്പം ഞാനോരോ സീസൺ അനുസരിച്ചല്ലേ നമ്മൾ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് അവന്മാർക്ക് വേണ്ടിയിട്ട് ഓരോ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും, ഓരോ പൂവ് അതൊക്കെ ചെയ്യണത് കാണാനായിട്ട്. അപ്പോൾ ശ്രീയാണ്ട വീഡിയോ എടുത്ത് തരണത്. അപ്പോൾ ഞാൻ ശ്രീനോട് അതിൻ്റെ ഇടയ്ക്ക് ഓരോ വർത്തമാനങ്ങളൊക്കെ പറയണുണ്ട്. അവന്മാരവിടെ ഭയങ്കര തുള്ളിക്കളിയാണ്. വീഡിയോ എടുക്കണുണ്ട്, അപ്പോൾ അതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഷോ ഇറക്കണേനെ. പിള്ളേരെങ്ങനെയുള്ള എന്തെങ്കിലും കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഓവറായിട്ട് കാണിക്കുമല്ലോ ഇങ്ങനെ. പിള്ളേർക്കറിയില്ലല്ലോ, പിള്ളേർക്ക് അതൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ റായ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കാം നമുക്ക്. അപ്പോൾ വെച്ച് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെ വിളിച്ചത് കേട്ടോ. ഇതാ കണ്ട, ഒന്നും കൂടിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ചെറുതാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടിയൊക്കെ ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊന്ന് വെച്ച് നോക്കിയാണ്, ഭയങ്കര സന്തോഷമായി. ഇതിപ്പോൾ ഇച്ചിരി വലിയതാണല്ലോ, പോയി കിട്ടിയേക്കണത് ഇച്ചിരി വലുതായിട്ടാണ്. അത് ഞാൻ ശരിക്കും കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇത് ആൻറ്റിയുടെ വകയാണ് കേട്ടോ. ആൻറ്റി കൊണ്ടുവന്ന് കൊടുത്തതാണ് സ്കൂൾ ഉറപ്പൊക്കെ ആയിട്ട്. മാലയും വളയൊക്കെ അല്ലെങ്കിലും വളകൾ കൊണ്ടുവരല് ആൻറ്റിയാണ് കൂടുതലും വളകൾ വാങ്ങിച്ചു കൊടുക്കാറ്. ഞാനങ്ങനെ വളകൾ അങ്ങനെ അധികം വാങ്ങിച്ചിട്ടില്ല അവന്മാർക്ക്. ആൻറ്റിയാണ് പോയി ക്യൂടെക്സും വളയും പൊട്ടൊക്കെ വാങ്ങിച്ചിട്ടും വരല്. അപ്പോൾ സ്കൂൾ ഉറപ്പായിട്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണ് ആൻറ്റി. ആൻറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ, അച്ചു കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ ക്യൂടെക്സ് അടിച്ചു കൊടുക്കാൻ വന്നിരുന്നപ്പോൾ തന്നെ ചേട്ടൻ ചേച്ചിമാർക്ക് അടിക്കണ കാണുമ്പോൾ തന്നെ അനിയൻ വരും, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒച്ച വെറുതെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവന് ആദ്യം തന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഒന്ന് തോണ്ടി കൊടുത്തിട്ട് അവൻ ആദ്യം മാറ്റി വിട്ട്. അത് കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നത് തരും കേട്ടോ ക്യൂടെക്സ് അടിക്കാനായിട്ട്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ക്യൂടെക്സ് അടിക്കാനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ
അടങ്ങിയിരുന്നോളും, ഒരു കുഴപ്പവുമില്ല. അതിൻ്റെ ഇടയിൽ കൂടി അവൻ്റെ കയ്യിൽ എങ്ങാണ്ട് മുട്ടി പോയി എന്നും പറഞ്ഞിട്ട് രണ്ടാമത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് രണ്ടാമത് അടിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് മതി കഴിഞ്ഞിട്ട് ഒരാൾ. അപ്പം അങ്ങനെ രാത്രിയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം സ്കൂൾ തുറപ്പിൻ്റെ അന്ന് അപ്പോൾ യൂണിഫോം തേച്ചിട്ടുണ്ടായിരുന്നില്ല. രാത്രി വൈകിയാണ് കിടന്നത്. അപ്പോൾ കാലത്ത് എഴുന്നേറ്റിട്ട് ശ്രീ തേച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ശ്രീ ഈ യൂണിഫോമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ നിച്ച് വന്നതൊക്കെ ചുളുക്കി കൂട്ടിയോടെ ഇട്ടിട്ട് പിന്നെ എന്തായാലും തേക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നിച്ച് വന്ന് അടുത്തിരിപ്പുണ്ട്, പരിയത്തേക്ക് വരലേന്ന് പറയാനുണ്ട് ശ്രീ. എന്നിട്ട് പിന്നെ യൂണിഫോമൊക്കെ എല്ലാവരും ഒക്കെ തേച്ച് തന്നു കേട്ടോ. 2 യൂണിഫോം ഉണ്ടേ, ഒരെണ്ണം ആഷും റോസും, അതാണ് ഇപ്പോൾ തേച്ചുകൊണ്ടിരിക്കുന്നത്. അത് മൺഡേ ആണ് ഇടുന്നത്. പിന്നെ ചൊവ്വാഴ്ച ഒരു ചെക്കും പിന്നെ ഒരു കരിനീല കളറുള്ള ഫ്രോക്കുമായിട്ടാണ് യൂണിഫോം വരുന്നത്. 2 യൂണിഫോം ഉണ്ട്. ബുധനാഴ്ച കളറാണ്. പക്ഷേ ഈ ആഴ്ച ഇപ്പോൾ ഞാൻ കളർ തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ യൂണിഫോം ഇടുന്ന ദിവസം മാറിയിട്ടാണെന്ന് തോന്നണം. അപ്പോൾ ആദ്യത്തെ ദിവസം ടീച്ചർ അത് പറഞ്ഞപ്പോൾ മാറിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയൊന്നും കറക്റ്റ് മനസ്സിലായിട്ടില്ല. അപ്പോൾ ടീച്ചറിനോട് ചോദിച്ചിട്ട് അടുത്ത ആഴ്ച മുതൽ യൂണിഫോം ഇട്ട് കൊടുക്കാമെന്ന് കരുതിയാണ് ഇരിക്കണം. അപ്പോൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും കഴുകിയെടുത്ത് ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ യൂണിഫോമൊക്കെ തേച്ച് എല്ലാം കഴിഞ്ഞു. പിള്ളേർ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീറ്റ് വന്ന് എല്ലാം റെഡിയാക്കി നല്ല ഭംഗിയിലൊക്കെ റെഡിയാക്കി കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ആൻറ്റി കൊണ്ടുവന്ന പൊട്ടും മാലയും വളയും എല്ലാവരും ഒക്കെ ഇട്ടണമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് വന്നു. എല്ലാം കഴിഞ്ഞ് വന്നതാ അപ്പോൾ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ വന്നേക്കേണ്ട രണ്ടുപേരും നല്ല മിടുക്കി കുട്ടികളായിട്ട് ഒരുങ്ങി ബാഗൊക്കെ തൂക്കി. അപ്പോൾ അച്ഛനന്ന് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനന്ന് ലീവൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതായത് ചേട്ടൻ്റെ മോനാണ് ഉണ്ണിക്കണ്ണൻ. ഇതാണ് ഉണ്ണിക്കണ്ണനും അനിയനാണത്. ഇതാ എല്ലാവരും സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടുള്ള ഫോട്ടോയാണ് ഇട്ടേക്കണത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.